വിജയുടെ നമസ്കാരം. നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തിയിരിക്കുകയാണ്. നരേന്ദ്രമോദിയെ ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചത് "ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തു മനുഷ്യ" എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് വലിയ രീതിയിൽ തരംഗമായ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളൊക്കെ ഓടുന്നുണ്ട്. നമ്മളെ മാധ്യമങ്ങളൊന്നും കണ്ടിട്ടില്ല. ചത്തതുപോലെ ഇരിക്കുക, മിണ്ടാതിരിക്കുക. അവരൊന്നും പറയാനും ആഗ്രഹിക്കുന്നില്ല ഇത്. എന്നാൽ ഇമാനുവൽ മാക്രോൺ, നമ്മുടെ ഫ്രാൻസിന്റെ തലവൻ, മോദിക്ക് കൈ കൊടുത്തില്ല എന്നുള്ളൊരു വിഷ്വൽ വന്നപ്പോൾ എല്ലാവരും എടുത്തിട്ട് ഒലിപ്പിക്കുകയും ചെയ്തു ഭയങ്കരമായിട്ട്. കേരളത്തിലെ പോരാളി ഷാജിയൊക്കെ എന്തൊരു ബഹളമായിരുന്നു ഇവിടെ കിടന്നുകൊണ്ട്. ഇന്ത്യ അപമാനിച്ചു, നാണം കെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു ഇവിടെ കിടന്നുകൊണ്ട്. എന്നാൽ ഇന്ന് സമാനമായിട്ടുള്ള വേറൊരു ദൃശ്യം കൂടെ നമ്മുടെ ന്യൂസിന്റെ മലയാളം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഡൊണാൾഡ് ട്രംപ് കസേര ഇങ്ങനെ വലിച്ചിട്ട് കൊടുക്കുക, "ഇരിക്കും മോനെ" എന്ന് പറഞ്ഞു. എന്നിട്ട് മോദി ഇരുന്ന് മോദി അവിടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുന്നവരെ പുള്ളി സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പുള്ളി മോദി എണീക്കുമ്പോൾ ആ കസേര വലിച്ചിട്ട് നേരെ സൈഡിലോട്ട് ഇടുകയാണ്. അതായത് മോദിക്ക് ഒരു വലിയ രീതിയിലുള്ള വരവേൽപ്പാണ് അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളും ചർച്ചയായി. നമ്മുടെ പ്രധാനമന്ത്രി അറിയാലോ, വാക്ചാതുര്യത്തിൽ വില്ലനാണ് നമ്മുടെ പ്രധാനമന്ത്രി. അത് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തു. കാരണം ഇയാളെ വാക്ചാതുര്യത്തിൽ വെല്ലാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന്. ഇപ്പൊ "മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ", മാഗ, മോദി അവിടെ പറഞ്ഞൊരു വാക്കാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. "മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ", മാഗ. "മെയ്ക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ", മിഗ. ഇത് രണ്ടും കൂടെ ചേർന്നാൽ മെഗാ ആവും എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. രജനീകാന്ത് ഈ കൗണ്ടറൊക്കെ അടിക്കുന്നത് പോലെയാണ്. അതുപോലെയൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഒരു രക്ഷയില്ല. എന്നാലും ഇതിന്റെ ഇടയിൽ വന്നൊരു ചർച്ച എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിന്റെ വിഷയമാണ്. ബംഗ്ലാദേശിൽ എന്താണ് അമേരിക്കയുടെ തീരുമാനം എന്നറിയാൻ നരേന്ദ്രമോദി ചോദിച്ചു. അപ്പൊ ഡൊണാൾഡ് ട്രംപ് പറയുന്നത്, "എനിക്കിതിലൊരു പങ്കുമില്ല, എനിക്കറിയില്ല ഈ കാര്യങ്ങളൊന്നും. ഞാൻ അവിടെ ആരെയും സർക്കാരിനെ താഴെ ഇറക്കിയിട്ടുമില്ല, ആരും പീഡിപ്പിക്കാനും പറഞ്ഞിട്ടില്ല, അടിക്കാനും പറഞ്ഞിട്ടില്ല. നിങ്ങളെ പാടായി. ഒരു കാര്യം ചെയ്യാം, നിനക്ക് ഞാൻ പൂർണ്ണ അധികാരം തരാം, നോക്കിക്കോ, ഒരു പ്രശ്നവുമില്ല. കയറി അടിച്ചോ" എന്നാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ ഇസ്രായേലിനോടൊക്കെ പറയുന്നത് പോലെ ഉണ്ടല്ലോ, "നോക്കിക്കോ, ഞങ്ങൾ അതിൽ ഇടപെടാനേ വരുന്നില്ല, നിങ്ങളെ പാടായി, പൂർണ്ണ അധികാരം, സമ്പൂർണ്ണ പിന്തുണ" എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. യൂനസിന്റെ കട്ടയും ബോർഡും മടങ്ങും. എന്താ തോന്നുന്നു? ഇത് ഞാൻ ഈ ട്രംപും നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച തുടക്കം മുതൽ തന്നെ അതിന്റെ എല്ലാ വാർത്ത ഈ അന്തർദേശീയ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരുന്നു. കാരണം വെച്ചാൽ വളരെ ഒരു നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ്. വളരെ കാലത്തിന് ശേഷം ട്രംപ് വീണ്ടും അധികാരത്തിൽ വരുമ്പോഴും നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഈ താരിഫ് വർധനമൊക്കെ അമേരിക്ക പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ. അപ്പൊ ഇന്ന് ഞാൻ ഉറക്കം എഴുന്നേറ്റത് മുതൽ ഒരു പുലർച്ചെ മുതൽ തന്നെ ഞാൻ ഇതെല്ലാ ഓൺലൈനുകളും നോക്കുന്നുണ്ട്. ഈ വാർത്തകളെല്ലാം ഞാൻ പരിശോധിച്ചു. അങ്ങനെ വാർത്തകൾ കണ്ട് ഞാൻ മലയാള മാധ്യമങ്ങളിലേക്ക് എന്റെ കണ്ണെത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞ വാർത്ത, ഈ വിലങ്ങണിയിക്കുന്നതിനെ കുറിച്ച് മോദി ഒന്നും പറഞ്ഞില്ല. അതായത് അവിടുത്തെ കുടിയേറ്റക്കാരെ പുറത്താക്കുന്ന വിലങ്ങണിയിച്ചതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അതാണ് ഒരു വലിയ സംഭവം, വലിയ വാർത്തയായിട്ട് കൊണ്ടിരുന്നത്. അതായത് അദ്ദേഹം അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. മറ്റൊരു വാർത്ത പറഞ്ഞത് അദാനിയുടെ കേസ് യുഎസിലുണ്ട്, അതിൽ മോദി ഇടപെടുമോ എന്ന് ചോദിച്ചപ്പോൾ മോദി ക്ഷുഭിതനായി എന്നാണ് പറയുന്നത്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ഒന്നും കിട്ടാതെ വരുമ്പോൾ വളരെ ബാലിശ്യമായിട്ട് എനിക്ക് തോന്നി. പക്ഷെ നമ്മളത് വലിയായിട്ട് കെയർ ചെയ്യുകയോ നമ്മൾ ഇവിടുത്തെ മാധ്യമങ്ങൾ ഫോളോ ചെയ്യുകയോ ചെയ്യാറില്ലാത്തതുകൊണ്ട് ഞാനതിൽ എനിക്കൊരു കൗതുക രസമായിട്ട് തന്നെ തോന്നിയത്. എന്താണ് ഇവർ പറയുന്നത് അറിയാം. അനവധി സൗദി നാട് കടത്തുന്നുണ്ടല്ലോ. അപ്പൊ സൗദിയിൽ മോദി ചെല്ലുമ്പോ മലയാള മാധ്യമങ്ങൾ ഇതുപോലെ എഴുതട്ടെ, "എന്തുകൊണ്ട് സൗദിയിലെ മുഹമ്മദ് ബിൻ സൽമാനെ ഉറപ്പിച്ചില്ല" എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതട്ടെ. അവന്മാര്, ഇവർക്ക് നട്ടല്ലെന്ന് പറഞ്ഞൊരു സാധനമില്ല. കാരണം സൗദിയിൽ നിന്ന് അവന്മാർക്കും കിട്ടുന്നുണ്ട് ഫണ്ടായിട്ട്. അപ്പൊ ഇതിനകത്ത് അപ്പൊ അതിനുശേഷം അനവധി കാര്യങ്ങളാണ് ഈ 2 ദിവസത്തെ സന്ദർശനത്തിനിടയ്ക്ക് ഈ നരേന്ദ്രമോദി ട്രംപും തമ്മിലുള്ള ചർച്ചയിൽ ഉയർത്തിരുന്നു. അനവധി കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിലേക്ക് ഒന്നും ഒരൊറ്റ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് ഈ താരിഫിന്റെ വിഷയത്തിൽ ട്രംപ് ഒരു കടുംപിടുത്തത്തിലേക്ക് മുതിർന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്നാൽ ഇന്ത്യ ഒരു വലിയ താരിഫ് ചുമത്തുന്ന രാജ്യമാണെന്ന് പറയാൻ അദ്ദേഹം യാതൊരു മടിയും കാണിച്ചില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, നമ്മളെ സംബന്ധിച്ച് വളരെ നിർണായകമായ മറ്റൊരു വിഷയം ബംഗ്ലാദേശിന്റെ വിഷയമായിരുന്നു. ആ വിഷയത്തിലടക്കം പിന്നെ മൂന്നാമത്തെ ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ട്രംപ് ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ടെററിസം ഇല്ലാതാക്കാൻ ഇന്ത്യക്കൊപ്പം, അങ്ങനെയാണ് ആ വാക്ക്, അങ്ങനെയാണ്, ഇന്ത്യക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലൊരു ഡയലോഗ് നമ്മൾ കേട്ടതാണ്. ഇസ്രായേലിനൊപ്പം ഞങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞത്. അതിന് സമാനമായ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ഈ ബിസിനസ് കുറച്ചുകൂടെ ആ ബന്ധം ഊഷ്മളമാക്കുന്നതിനും ഒപ്പം തന്നെ അത് 500 ബില്യണിലേക്ക് എത്തിക്കുന്നതിനുമൊക്കെയുള്ള ചർച്ചകളുമൊക്കെ നടന്നു. അതിനിടയിലും സുപ്രധാനമായ മറ്റൊരു പ്രഖ്യാപനം കൂടി ഉണ്ടായിരുന്നു. അതായത് S-35 സ്റ്റെൽത്ത്, എസ് ആണോ എഫ് ആണോ എന്ന് എനിക്കറിയാം, 35 സ്റ്റെൽത്ത് എന്ന് പറയുന്ന
അമേരിക്കയുടെ 5ാം തലമുറയിൽപ്പെടുന്ന യുദ്ധവിമാനം. ഈ വിമാനം ഉം, ഇന്ത്യക്ക് ഉം. കിട്ടുമോ കിട്ടില്ലയോ, ഇന്ത്യക്ക് തരില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം വരെ നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞത്. ഇന്ത്യക്ക് തരില്ല, അതെ അമേരിക്ക അതെ. ആ വിമാനം ഇന്ത്യക്ക് തരില്ല. തരുമോ തരില്ലയോ ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ പോയി. പക്ഷെ ആ വിമാനം ഇപ്പൊ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാംഗ്ലൂർ ചെന്നാൽ കാണാൻ പറ്റും. നമ്മുടെ ഈ എയറോ ഷോ അവിടെ നടക്കുന്നുണ്ട്, അതിനകത്ത് ആ വിമാനം വന്നിട്ടുണ്ട്. ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് കാരണം അമേരിക്ക ഒരു ആയുധം വിൽക്കുന്ന രാജ്യം കൂടെയാണ്. അവർ ഈ വിമാനം ഇപ്പൊ വിൽക്കാനായിട്ട് അവർക്ക് ഏറ്റവും നല്ല രാജ്യം ഇന്ത്യ തന്നെയാണ്. അപ്പോൾ അത് വിൽക്കാതിരിക്കില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായി ഇങ്ങനെ അമേരിക്ക തരത്തിൽ നിന്നൊക്കെ വാർത്ത എഴുതുന്ന ഒരു സാമാന്യ ലോജിക്കിൽ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. കാരണം ഈ ആയുധം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അമേരിക്കക്ക് പൊട്ടിക്കാൻ മാത്രമല്ലല്ലോ, അത് ഒരു വിറ്റ് പൈസ ഉണ്ടാക്കാൻ കൂടിയാണ്. അപ്പൊ അത് വാങ്ങാൻ കപ്പാസിറ്റി, പർച്ചേസിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യം ഇന്ത്യ തന്നെയാണ്. അപ്പൊ അത് ഇന്ത്യക്ക് അത് നൽകുമെന്ന കാര്യം അത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇത് അല്പബുദ്ധിക്കാരനും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് ഇങ്ങനത്തെ ഉം, വാർത്തകൾ വരുന്നത്. അപ്പോ അതുപോലെ തന്നെ ഈ കുടിയേറ്റക്കാരെ കുറിച്ച് കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു, അന്യരാജ്യത്തേക്ക് കുടിയേർപ്പാർത്തവർ അവർ ഞങ്ങളുടെ രാജ്യക്കാരാണ്, ഞങ്ങൾ സ്വീകരിക്കും എന്നാണ് പറഞ്ഞത്. കുടിയേറ്റക്കാരെ വെച്ച് കുറിപ്പിക്കാൻ ഒരു രാജ്യത്തിന് കഴിയുകയില്ല എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനിയിപ്പോ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ അമേരിക്കയിലുള്ളവരെ വിലങ്ങിട്ട് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അമേരിക്ക വിശദീകരിച്ച് കഴിഞ്ഞ കാര്യമാണ്. അമേരിക്ക പറഞ്ഞത്, ഇതിനു മുൻപ് ഇത് കണക്കുള്ള കുടിയേറ്റക്കാരെ ഞങ്ങൾ കൊണ്ടുപോകുമ്പോൾ അവർ വിമാനത്തിലും അതിന് പുറത്തും കലാപമുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവർക്ക് വലിയ ഭയമുണ്ട്, ഈ കൊണ്ടുപോകുന്നവർ കലാപം ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് അവരുടെ നിയമം അനുസരിച്ച്, അവരുടെ ഒരു ചട്ടക്കൂട് അനുസരിച്ചിട്ടാണ് അവരിത് ചെയ്തിരിക്കുന്നത്. ഇത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമുക്കിപ്പോൾ ചെന്നിട്ട് അമേരിക്കയുടെ ഭരണഘടന തിരുത്താൻ പറ്റില്ല, അവിടുത്തെ നിയമവും നീതിന്യായവും നമുക്കിവിടെ തിരുത്താൻ പറ്റില്ല. അത് മാത്രവുമല്ല, ഈ പോയവരെയൊക്കെ മനുഷ്യക്കടത്തിന് തടയിടണമെന്നും കൂടി മോദി പറഞ്ഞിട്ടുണ്ട്. അതിന് അമേരിക്ക മുൻകൈ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ അമേരിക്ക പിടികൂടിയവരെയൊക്കെ അവർ ഈ മെക്സിക്കോ അതിർത്തി കടന്ന് വരുന്ന ഈ അനധികൃത കുടിയേറ്റക്കാരെ വെടിവെച്ച് കൊന്നിരുന്നെങ്കിൽ ഇവരൊക്കെ എന്ത് പറയുമായിരുന്നു? ഉം. അവര് വെടിവെച്ച് കൊന്നില്ല. വെടിവെച്ച് കൊന്നിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു? ഇന്ത്യക്കാരൻ പടപൊരുതാൻ പോയി വെടിയേറ്റ് മരിച്ചെന്ന് പറയൂ? ഇല്ല. ഇനി ഇവരോട് ഒറ്റ കാര്യമേ ചോദിക്കാറുള്ളൂ. ബംഗ്ലാദേശ്, അനധികൃത ബംഗ്ലാദേശികളെ ഇന്ത്യയിൽ അനവധി പിടികൂടുന്നുണ്ട്. കേരളത്തിൽ നിന്നും പിടികൂടി, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്നും പിടികൂടി. ഇവരെ എന്താണ് നമ്മുടെ ഇന്ത്യൻ സർക്കാർ ചെയ്യുന്നില്ല, കേരള പോലീസ് ചെയ്യുന്നത്? അവർക്ക് പൂച്ചെണ്ട് കൊടുത്ത് അവരെ ആനയിച്ച് ഇരുത്തുകയാണോ ചെയ്യുന്നത്? അവരെ നേരെ ഉം. ജയിലിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അവരെ വിചാരണ കഴിഞ്ഞിട്ട് അവരെ കൂട്ടിക്കെട്ടി പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അവരെ ബംഗ്ലാദേശിന്റെ അതിർത്തി കടത്തുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാ രാജ്യവും ചെയ്യുന്ന ഒരേ നടപടി തന്നെയാണ്. ഇവർ ക്രിമിനൽസ് ആണെന്ന് തന്നെ പറയാൻ കഴിയും. അല്ലാതെ ഇവർ വേറൊന്നിനും പോയതല്ല. ഇവിടുത്തെ ദാരിദ്ര്യം കൊണ്ടോ അല്ലെങ്കിൽ പട്ടിണി കൊണ്ടോ പോയത്. ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമേ അല്ല ഇപ്പോൾ. കാരണം പട്ടിണി കിടക്കുന്ന ഒരാളും ഇന്ന് ഈ രാജ്യത്തില്ല. കാരണം സൗജന്യ ധാന്യ വിതരണം ഇപ്പോഴും തുടരുകയാണ്. അത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ. റേഷൻ കാർഡുള്ള ഏതൊരു വ്യക്തിക്കും ഒരു കുടുംബത്തിനും ഇത് ലഭ്യമാകുക തന്നെ ചെയ്യും. റേഷൻ കാർഡിന് സ്വന്തം വീട് വേണമെന്നൊന്നുമില്ല. വാടക കെട്ടിടത്തിലും റേഷൻ കാർഡ് കിട്ടും എന്നും കൂടെ അറിഞ്ഞിരിക്കണം. ആ റേഷൻ കാർഡ് ഉപയോഗിച്ച് ഇന്ത്യയിൽ എവിടെ പോയി റേഷൻ മേടിക്കാനുള്ള സംവിധാനം ഈ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അർത്ഥമില്ല. ഇവിടെ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ 1 കോടി രൂപ കൊടുത്തു പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ പട്ടിണി കൊണ്ട് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടുകയോ പലായനം ചെയ്യുകയല്ല. ഇവര് ഇത്രയും രൂപ മുടക്കിയാണ് പോകുന്നത് ഈ റിസ്ക് എടുത്തിട്ട് പിടി കൂടി അകത്ത് പോകാൻ. അപ്പൊ അതിനെയൊന്നും നമുക്ക് ഉം. ദയാദാക്ഷ്യം കാണാൻ കഴിയില്ല. കാരണം ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരെ കടന്നു കയറി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. 2 കോടിയിൽ പരം ആളുകളാണ് ഇവിടെ കുടിയേറിയിരിക്കുന്നത്. ഇവന്മാര് കാരണം ഇല്ലാത്ത പൊല്ലാപ്പില്ല. ഏത് അക്രമ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാലും, ഏത് ബോംബ് സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ പിന്നിൽ ഇവരാണ്. നമ്മുടെ കേരളത്തിൽ പോലും ഇവരുടെ ശല്യം വളരെ രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യം. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ രാജ്യം നിൽക്കാൻ കഴിയില്ല. ഇവിടെയാണ് അതിന്റെ ഒരു കാര്യം. അദാനിയെ കുറിച്ചൊരു ചോദ്യം അതിനകത്ത് ഉയർന്നു വന്നിരുന്നു. അദാനിയുടെ കേസ് അമേരിക്കയിൽ നടക്കുന്നുണ്ട്. അതിനകത്ത് കുറിച്ച് എന്തെങ്കിലും നരേന്ദ്രമോദി സംസാരം, അതിൽ അദ്ദേഹം സംസാരിച്ച മറുപടി ഞാൻ കേട്ടു. അതിനെക്കുറിച്ച് നമ്മുടെ മലയാള മാധ്യമങ്ങൾ പറഞ്ഞത്, ചോദ്യത്തിൽ ശുഭദനായി മോദി എന്നാണ്. ഒരു ശുഭദേതയുമില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മുടെ രാജ്യത്തിന്റെ കാര്യം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്ന ഒരു രാജ്യത്തെ പ്രതിനിധീകരിച്ചാണ്. 2 രാഷ്ട്രത്തലവന്മാർ കണ്ടുമുട്ടുമ്പോൾ സംസാരിക്കുന്നത് രാജ്യങ്ങളെ കുറിച്ച് മാത്രമാണ്, അല്ലാതെ വ്യക്തികളെ കുറിച്ചല്ല എന്ന് പറഞ്ഞു. അദാനി ഇന്ത്യയിലെ ഒരു വ്യക്തി മാത്രമാണെന്നുള്ള സാമാന്യ ബോധം വേണ്ട. 2 രാഷ്ട്രത്തലവന്മാർ സംസാരിക്കുമ്പോഴത്തേനും നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ബിസിനസ്സുകാരനെ കുറിച്ച്, ഏതെങ്കിലും വ്യക്തിയെ കുറിച്ച് സംസാരിക്കില്ലല്ലോ, സ്വാഭാവികമല്ലേ? ഇങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ പറയുന്നത്. അത് വാർത്ത, അതായത് എങ്ങനെയെങ്കിലും അതിനൊരു ഏതായാലും ഈ കയ്യാമം വെച്ച വാർത്ത ഇപ്പൊ ചീറ്റി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവര് ഉം. ഈ പറയുന്നതിന് മറുപടി എന്നോണം അറബ് രാജ്യങ്ങളിൽ ജയിലിൽ കിടക്കുകയാണ്. സ്വന്തം പൈസയ്ക്ക് ടിക്കറ്റ് എടുത്ത് വരണം. ഇവർക്കൊക്കെ അത്ര വലിയ വിഷമമാണെങ്കിൽ ഇവരെല്ലാം കൂടെ പിരിച്ചു കുറച്ച് പൈസ എടുത്ത് അയച്ചു കൊടുക്കൂ. അവർക്ക് ടിക്കറ്റ് ഉള്ള പണം അയച്ചു കൊടുത്തിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ മാന്യതയല്ലേ ഇവർ കാണിക്കേണ്ടത്? പകരം ഈ എവിടെങ്കിലും ഒക്കെ മൂണ്ട് കയറുക, അവിടെ കയറിയിട്ട് തെമ്മാടിത്തരം കാണിക്കുക, രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ചുക്കാൻ പിടിക്കുക, ഇങ്ങനെ നുഴഞ്ഞു കയറുന്നവരാണ് കൂടുതലും ചെയ്യുന്നത്. അവരെയൊക്കെ തിരിച്ച് നമ്മൾ രാജകീയമായി സ്വീകരിക്കണം. അവരെ അമേരിക്കയിൽ കൊണ്ടുവരുമ്പോഴത്തേനും അവർക്ക് പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ നൽകിയിട്ട് വേണം കൊണ്ടുവരാനായിട്ട്. അവർക്ക് പട്ടും വളയും, ഇതൊക്കെ വെറും ബാലിശം. അതായത് ഈ രാജ്യത്ത് ഈ തുരങ്കം വെക്കുന്നവരുടെ വിഘടനവാദികളുടെയും ഒക്കെ ക്ഷയിച്ചു തുടങ്ങി. അവരൊക്കെ വളരെ
വളരെ കുറച്ച് ശതമാനമേ ഉള്ളൂ. ആ കുറച്ച് ശതമാനത്തിൽ കൂടുതൽ പേരും താമസിക്കുന്ന ഒരു സംസ്ഥാനം നിർഭാഗ്യവശാൽ ഞാനും ധനുഷുമൊക്കെ ഇല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുമൊക്കെ താമസിക്കുന്ന ഈ ഒരു കേരളമായി പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഉം. അത് അപ്പൊ ഇതിനകത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പ്രശ്നം ബംഗ്ലാദേശിന്റെ വിഷയമാണ്. ഇന്ത്യ ബംഗ്ലാദേശിനെ വിക്രം മിസ്ട്രി തന്നെയാണ് ഇത് ഔദ്യോഗികമായി തന്നെ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ട്രംപിനോടും നരേന്ദ്രമോദി ട്രംപിനോട് ബംഗ്ലാദേശ് വിഷയം അവതരിപ്പിച്ചു. അപ്പൊ ട്രംപ് പറഞ്ഞത് ഞങ്ങൾ ഇതിൽ ഇടപെടുന്നില്ല, കാരണം ഞങ്ങൾക്ക് ഇതിലൊരു റോളില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുന്നതിന് കാരണം ഇന്ത്യ ഇതിനു മുമ്പ് ബംഗ്ലാദേശിന്റെ വിഷയത്തിൽ ഇടപെടാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ബൈഡൻ ഭരണകൂടം ബംഗ്ലാദേശിന് നൽകുന്ന പിന്തുണയായിരുന്നു. ഉം. അകമഴിഞ്ഞ പിന്തുണയായിരുന്നു ബൈഡൻ ഫണ്ടായിട്ടും അല്ലാതെ നൽകിയത്. അതുകൊണ്ട് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ബന്ധം വഷളാകണ്ട എന്ന് കരുതി മാത്രമാണ് ഇന്ത്യ ഒരു കടുത്ത നിലപാടിലേക്കോ നടപടികളിലേക്കോ കടക്കാതിരുന്നത്. ഇവിടെയാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് ഞങ്ങൾക്ക് അതുമായി അവിടുത്തെ ഒരു കാര്യവുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ് പൂർണ്ണമായി അമേരിക്ക അതിൽ നിന്ന് മാറുകയും ഇന്ത്യക്ക് നരേന്ദ്രമോദിയെ ഞാൻ അത് ഏൽപ്പിക്കുന്നു, നിങ്ങൾക്ക് എന്തും സ്വതന്ത്രപരമായി ചെയ്യാൻ ഞങ്ങൾ എല്ലാ പിന്തുണയും നൽകും എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഷേഖ് ഹസീനെ വിട്ടുകിട്ടുന്ന കാര്യം ഐക്യരാഷ്ട്രസഭ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അത് ഉഭയകക്ഷി പ്രശ്നമാണ്. ഉഭയകക്ഷി പ്രശ്നത്തിലൂടെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഏതായാലും ഇനിയിപ്പോൾ ഉള്ള അടുത്ത കളി എന്ന് പറഞ്ഞാൽ ഇന്ത്യ കുറച്ചുകൂടെ അവരുടെ നിലപാട് കടുപ്പിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പഴയതുപോലെ ബംഗ്ലാദേശിന്റെ വിഷയത്തിൽ ഇന്ത്യ ഇനി ഒരു അഴകുഴമ്പൻ നയം സ്വീകരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഇത് തന്നെയാണ് അതിനെ അലട്ടുന്ന ഒരു പ്രശ്നം. ഇപ്പോഴൊരു നല്ല സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തായ്വാനിന്റെ അതിർത്തിയിൽ അമേരിക്കയും ചൈനയും യുദ്ധത്തിനൊരുങ്ങി മുഖാമുഖം നിൽക്കുന്നു. അവിടേക്ക് ചൈന എൻഗേജ്ഡ് ആയി കഴിഞ്ഞിരിക്കുന്നു ഒരു സ്ഥലത്തേക്ക്. മറ്റൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നിലപാടും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യണം എന്നറിയാം. കഴിഞ്ഞ ദിവസം തുർക്കിയുടെ എർദോഗൻ പാകിസ്ഥാനിൽ എത്തിയിരുന്നു. അവിടെ വെച്ച് മറ്റേ കാശ്മീരിന്റെ ദേശീയ ഗാനമൊക്കെ അദ്ദേഹം ആലപിക്കുകയൊക്കെ ചെയ്തു. കാശ്മീരിന് പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചിട്ട് പോയി. പക്ഷെ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. എർദോഗൻ സാധാരണഗതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ നടത്തിയുള്ളൂ. ഇവിടെ ബംഗ്ലാദേശിന്റെ വിഷയം കൈകാര്യം ചെയ്യാൻ ഏറ്റവും പറ്റിയ സാഹചര്യമാണ് ഇന്ത്യക്ക് മുമ്പിലുള്ളത്. കാരണം ഈ വിഷയങ്ങളെല്ലാം ഇന്ത്യ ഒരു ഭാഗമായി മാറുകയാണ്. തായ്വാൻ വിഷയത്തിലാണെങ്കിലും ഇന്ത്യയുടെ സഹായം അമേരിക്കയ്ക്ക് വേണം. ഒപ്പം തന്നെ ഇതിന്റെ മറ്റു ചില കാര്യങ്ങൾക്ക് ചൈനയ്ക്കും ഇന്ത്യയെ പിണക്കി മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ബംഗ്ലാദേശിന്റെ വിഷയത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ട്രംപ് ഇപ്പോൾ മോദിക്ക് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ കുറച്ചുകൂടെ കർശനമായ നിലപാടിലേക്ക് ഇന്ത്യ കടക്കും. കാരണം ഇതുവരെ അമേരിക്കയുമായിട്ടുള്ള ഒരു ബന്ധം വഷളാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ കുറച്ചൊക്കെ ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടെ ബംഗ്ലാദേശ് എങ്കിലും നമ്മൾ ബംഗ്ലാദേശിൽ നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ അരക്കൻ ആർമിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഉള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. സെയിന്റ് മാർട്ടിൻ ദ്വീപ് നമുക്ക് അരക്കൻ ആർമി തരാമെന്ന് പറഞ്ഞ പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. ബംഗ്ലാദേശിനെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന് ഇപ്പൊ ഗതി, നമ്മൾ അവരെ എന്തോരം ആണ് അവരെ എടുത്ത് ഉടുത്തത്, നമ്മൾ അത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. താലിബാൻ ഉപയോഗിച്ച് അതൊക്കെ രഹസ്യമാണ്. ഇന്ത്യ വളരെ ഗംഭീരമായിട്ട് ഇതിൽ പിടിച്ചു നിന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ മറ്റേ എന്റെ പേരെന്താ എർദോഗൻ, അയാൾ ഇവിടെ പാകിസ്ഥാനിൽ വന്ന് ദേശീയ ഗാനം ആലപിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ അതിനുള്ള പണി വ്യക്തമായിട്ട് അയാൾക്ക് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഇയാൾ ഈ നാറ്റോ രാജ്യമായതുകൊണ്ടാണ് ഇയാൾക്ക് ഇത്ര ഒരു കുന്തളിപ്പ് എന്ന് പറയുന്നത്. നമ്മള് ഈ തുർക്കി എന്തെങ്കിലും തല പൊക്കുകയാണെങ്കിൽ നമ്മൾ ഉടനടി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ അർമേനിയെ ശക്തിപ്പെടുത്തുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഉടനെ ചെയ്യുന്നത്. കാരണം ഈ അർമേനിയയും തുർക്കിയും തമ്മിൽ ബദ്ധ ശത്രുക്കളാണ്. കാരണം ഈ അർമേനിയയിലെ ക്രിസ്ത്യൻ കൂട്ടക്കൊലയുടെ ചരിത്രമുണ്ട്, രക്തരൂഷിതമായിട്ടുള്ള ചരിത്രമുണ്ട്. അത് കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. ഞാനത് വായിച്ചിട്ടുണ്ട്. ഞാനത് ഒരു എപ്പിസോഡ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ പുള്ളി ആദ്യം ഒരു ഡിസ്ക്ലൈമർ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഈ വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സ് ഞാൻ ഓഫ് ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ ഒരു ഡിസ്ക്ലൈമർ വെച്ചിട്ടാണ് പുള്ളി തുടങ്ങുന്നത്. കാരണം അത് ചർച്ച ചെയ്യാൻ ഭയമാണ് ഇവിടെയുള്ള ആൾക്കാർക്ക് എന്നുള്ളതാണ്. ഇതുപോലുള്ള പല കാര്യങ്ങളും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വന്നപ്പോൾ, ഇപ്പൊ ഉദാഹരണത്തിന് ബലൂചിസ്ഥാന്റെ വിഷയം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് മോദി അത് പറഞ്ഞപ്പോഴാണ്. 2014 നരേന്ദ്രമോദി വന്ന ശേഷം പാകിസ്ഥാനെ അനുനയിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി അയാളെ ഇങ്ങോട്ട് വിളിച്ചു. നരേന്ദ്രമോദി ഒരു ദിവസം രാത്രി കറാച്ചിയിൽ അപ്രതീക്ഷിതമായിട്ട് പറന്നിറങ്ങി അയാൾ അടുത്ത് ചെന്നിരുന്ന് മോദി കാര്യങ്ങൾ സംസാരിച്ചു. ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നരേന്ദ്രമോദി അവസാനം പറഞ്ഞത് നിങ്ങൾ ബലൂചിസ്ഥാന് ആദ്യം സ്വാതന്ത്ര്യം കൊടുക്കുമെന്ന്. മോദി അറ്റാക്ക് മോഡ് ഓൺ ചെയ്തത്. അപ്പൊ അപ്പോഴാണ് ഞാൻ ബലൂചിസ്ഥാനെ കുറിച്ചൊക്കെ കേൾക്കുന്നത്. ഇപ്പൊ അർമേനിയക്ക് ഇത് കൊടുക്കുന്നു, അർമേനിയ ശക്തിപ്പെടുത്തുന്നു. ഇത് തുർക്കിയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. കാരണം അർമേനിയ എന്ന് പറയുന്ന രാജ്യം ഒരു വലിയൊരു ശക്തിയായി മാറിക്കഴിഞ്ഞാൽ തുർക്കിക്ക് വലിയ പണിയാണെന്ന് അറിയാം. കാരണം അർമേനിയയിൽ ഇന്ത്യക്ക് ഒരു എയർബേസ് ഉണ്ടാകുക, ഇന്ത്യക്ക് അവിടെ ഒരു സൈനിക വിന്യാസം നടത്താനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാകുക, ഇതൊക്കെ തുർക്കിയെ നല്ല നാറ്റോയെ തന്നെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതൊന്നും നമുക്ക് കാര്യമാക്കേണ്ട കാര്യമില്ല എന്നാണ് എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇത്തവണ ഈ എർദോഗൻ വന്ന വേറെ ഉദ്ദേശത്തോടാണ്. മുമ്പൊക്കെ എർദോഗൻ വന്നിട്ട് എർദോഗന്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഈ അറബ് ലോകം ഇസ്ലാമിക ലോകത്തെ ഒരു രാജാവാകുക, അതിന്റെ ലീഡർ ആകുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു എക്കാലത്തെയും ഒരു സ്വപ്നം. ഏതായാലും അറബ് കൺട്രീസ് GCC കൺട്രീസ് ഒന്നും ഇദ്ദേഹത്തെ GCC കൺട്രീസ് ഒന്നും ഇദ്ദേഹം മൈൻഡ് ചെയ്യത്തില്ല. ഇപ്പോഴും ഈ എർദോഗൻ ഇവിടെ വരാനൊരു കാര്യമുണ്ട്. കാരണം എർദോഗൻ അവരുടെ തുർക്കി ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് അവരുടെ ആയുധങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അവരിപ്പോ കുറെ വിമാനങ്ങളും അതും ഇതും ഒക്കെ അവർ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇപ്പൊ പാകിസ്ഥാൻ വന്നിരിക്കുന്നത്. കാരണം പാകിസ്ഥാൻ ഇപ്പം
അത് കൊടുത്താൽ വാങ്ങുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അത് വിൽക്കുന്നുണ്ട്. ഇദ്ദേഹം ഇവിടെ മാത്രമല്ല വന്നത്, ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഒക്കെ ഇദ്ദേഹം പോയിട്ടുണ്ട്. ഇപ്പൊ ആയുധ വിപണിയിലേക്ക് കടന്നിരിക്കുകയാണ് തുർക്കി. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കങ്ങളാണ് ഈ തുർക്കി ഇപ്പൊ പലപ്പോഴായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് എർദോഗൻ വന്നത് എന്നുള്ളതാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ പഴയതുപോലെ വന്നിട്ട് പാകിസ്ഥാന് പിന്തുണ കൊടുത്ത് പോവുകയല്ല. വരുന്ന കൂട്ടത്തിൽ ഒരു സുഖപ്പീര് സൂചിപ്പിച്ചിട്ടുണ്ട്, പോകുന്ന കൂട്ടത്തിൽ ഒരു കരാർ ഒക്കുകയാണെങ്കിൽ ഒപ്പിച്ചിട്ട് പോകുക എന്നുള്ളതാണ് പുള്ളിയുടെ ലക്ഷ്യം. ഇവിടെ ഇപ്പൊ ധനുഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സെന്റ് മാർട്ടിൻസ് ദ്വീപ് അടക്കമുള്ള ഇതിന്റെ ഇനി അതിന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടൊരു ഡിക്ലറേഷൻ കാണും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ഒരു മൂവ്മെന്റ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ടാകും. ചിക്കൻ നിക്ക് അടക്കമുള്ള ഇല്ലെങ്കിൽ ഈ നമ്മുടെ ആ ഒരു മേഖലയിലേക്ക് ഇന്ത്യയുടെ ഒരു മൂവ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ. അതിന്റെ ഭാഗമായിട്ടാണോ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം കൂടെ വന്നത് എന്നൊരു സംശയം കൂടി ജനിക്കുന്നുണ്ട്. കാരണം വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ സ്ട്രോങ് ആക്കി നിർത്തിക്കൊണ്ട്, കാരണം മണിപ്പൂരിന്റെ ഒരു അതിർത്തി ഇവരുമായി ഷെയർ ചെയ്യുന്നുണ്ട് മ്യാൻമാറുമായിട്ട്, അവിടെ ഒന്ന് സ്ട്രോങ് ആക്കി നിർത്തിക്കൊണ്ട് നമ്മളൊരു മൂവ്മെന്റ് പോവുകയാണോ എന്നൊരു വലിയ സംശയം ജനിപ്പിക്കുന്നുണ്ട് ഇത് കാര്യം. കാരണം ഇപ്പൊ ട്രംപ് കൂടി അങ്ങനെ ഒരു സാധനം തന്ന സ്ഥിതിക്ക് നമ്മൾ കുറച്ചുകൂടി ഫോഴ്സ്, കാരണം ഇതുവരെ പരസ്യമായ രഹസ്യമാണെങ്കിൽ ഇനി പരസ്യമായിട്ട് തന്നെ ഒരു മൂവ്മെന്റിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒപ്പം തന്നെ നമ്മൾ 2 ദിവസം മുമ്പ് ഞാനൊരു അന്തർദേശീയ മാധ്യമത്തിൽ കണ്ട കാര്യം, ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇന്ത്യയുമായി എങ്ങനെയെങ്കിലും ഒരു ടൈഅപ്പിൽ പോകണമെന്നൊരു വലിയ ആഗ്രഹം അവിടുത്തെ ഒരു വിഭാഗം ഭരണാധികാരികൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇന്ത്യ അല്ലാതെ ഇനി വേറൊരു വഴി അവർക്ക് മുമ്പോട്ട് പോകാനില്ല. കാരണം ഫുഡ് ആയാലും മെഡിസിൻ ആയാലും മറ്റുള്ള കാര്യമായാലും, അതുകൊണ്ട് ഒരു സമാധാനത്തിന്റെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇന്ത്യയുമായിട്ട് ഒരു കോംപ്രമൈസിന് അവർ ശ്രമിക്കുന്നുണ്ട്. അതിനവർ GCC രാജ്യങ്ങളെയാണ് ഇപ്പോൾ കാണുന്നതെന്നാണ് അറിയുന്നത്. കാരണം ഇന്ത്യക്ക് ഈ GCC രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധവുമാണ്. പ്രത്യേകിച്ച് ഈ ഖത്തർ, UAE, സൗദി, ഇതൊക്കെയായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പൊ ആ രാജ്യങ്ങളെ ഇപ്പോൾ ഈ പറയുന്ന UNS സമീപിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഒപ്പം തന്നെ ഈ മലേഷ്യ പോലുള്ള രാജ്യങ്ങളെയൊക്കെ, അതായത് ഇസ്ലാമിക രാജ്യങ്ങളെ UNS സമീപിച്ചിട്ടുണ്ട് ഇന്ത്യയുമായിട്ട് ഡീൽസിന് പോകാനായിട്ട്, അതായത് പ്രശ്നങ്ങളില്ലാതെ പോകാനായിട്ട് അവർ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ, കാരണം അവിടുത്തെ ഒരു ഭരണകൂടത്തിന്റെ അവസ്ഥ, ഭരണകൂടം മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ മതമൗലികവാദികളും ഒരു വലിയ വിഷയമാണ്. അപ്പം ഇതിനൊരു ശക്തി ഇനിയിപ്പോ ഇന്ത്യ ഒന്നും ഒരു വിട്ടുവീഴ്ച, അല്ല വിട്ടുവീഴ്ച എന്ന് പറയുന്നത് മുമ്പും ഇന്ത്യ വിട്ടുവീഴ്ച ഒന്നും ചെയ്തിരുന്നില്ല, നമ്മളൊന്ന് അയഞ്ഞു നിൽക്കുകയായിരുന്നു. ഇനിയിപ്പോ ഇന്ത്യയുടെ നിലപാടുകൾ കടുപ്പിക്കാൻ വളരെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഷേഖ് ഹസീനയുടെ ഒക്കെ വിഷയത്തിൽ ശക്തമായൊരു നിലപാട് ഒരു പക്ഷേ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഒക്കെ പറയാനൊരു സാധ്യത കാണുന്നുണ്ട്. ഒപ്പം ഈ അരക്കൻ ആർമിക്ക് ഉള്ള ഒരു പിന്തുണ കുറച്ചുകൂടെ ഓപ്പൺ ആക്കുകയും ആ ഒരു ഏരിയയിലേക്ക് കുറച്ചുകൂടി ഒരു സൈനിക മുന്നേറ്റം നടത്തുകയും ഇന്ത്യ ഒരുപക്ഷെ നമ്മുടെ സൈനിക യൂണിറ്റുകൾ ഈ ചിക്കനൊക്കെ അടക്കമുള്ള, ഇല്ലെങ്കിൽ നമുക്ക് വേണ്ട ആ ഒരു സെന്റ് മാർട്ടിൻ ദ്വീപ് അടക്കമുള്ളിടത്തേക്ക് ഇന്ത്യ നീക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒരുപക്ഷെ നമ്മുടെ ഏതെങ്കിലും യുദ്ധക്കപ്പലുകളും മറ്റുമൊക്കെ അവിടേക്ക് കൊണ്ടുപോയിട്ട് വിന്യസിക്കാനുള്ള സാധ്യതകൾ വളരെ, കാരണം ഓൾറെഡി അവിടെ അതിർത്തിയിൽ നമുക്ക് യുദ്ധക്കപ്പലുണ്ട്, ഡിസ്ട്രോയറുകളും ഉണ്ട്. അത്തരം ഡിസ്ട്രോയറുകളും മറ്റുമൊക്കെ നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് നീക്കിക്കൊണ്ട് സെന്റ് മാർട്ടിൻ ദ്വീപിന്റെ ആ ഭാഗത്തേക്ക് നീക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനിയിപ്പോ ഇന്ത്യ കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു കാര്യം, മ്യാൻമാറിലെ ഇപ്പോൾ ഈ അരക്കൻ ആർമി പിടിച്ചെടുത്ത പ്രദേശങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കൊരു രാജ്യം പോലെ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് ഇന്ത്യ കടക്കും. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിന്റെ അതിർത്തിയിലേക്ക് ഇന്ത്യ കുറച്ചുകൂടെ മൂവ് ചെയ്യും. ബംഗ്ലാദേശ് ഒരുപക്ഷെ എന്തായാലും ആക്രമിക്കാൻ സാധ്യതയില്ല ഇന്ത്യയെ. ഒരിക്കലും ബംഗ്ലാദേശ് ഇന്ത്യയെ ആക്രമിക്കാനോ ഒന്നും താല്പര്യപ്പെടുന്നവരല്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവർ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായി അവർക്ക് മുൻപോട്ട് പോകാൻ പറ്റും. കാരണം വേറെ അവർക്ക് വഴികളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അതിനകത്ത് ഒരു യാഥാർത്ഥ്യം. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.